الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, പടച്ച തമ്പുരാനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ ജീവിതമാസകലം കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം കൂടി വിട പറയുകയാണ്. ഹിജ്റ 1447. അതിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരുണ്യവാനായ അള്ളാഹു കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും അവൻ സ്വീകരിക്കുകയും വന്നുപോയ തെറ്റുകളും കുറവുകളും അള്ളാഹു പൂർണ്ണമായി മാപ്പ് നൽകി അവൻ്റെ ഇഷ്ടദാസന്മാരോടൊത്ത് ഇനിയുള്ള കാലങ്ങൾ ജീവിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദീൻ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് അറിവിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണവും അതിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളും അറിവ് പഠിക്കുന്നതിൻ്റെ ആവശ്യകതയും നിർബന്ധവും ആണ്. 1.5 ലക്ഷത്തോളം വരുന്ന നബിമാരെയെല്ലാം അള്ളാഹു ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് അവരുടെ സമുദായ അംഗങ്ങൾക്ക് അറിവ് പഠിപ്പിക്കാനാണ്. കാരണം അറിവില്ലാത്ത ആൾ ഒരു മരിച്ച ആളെപ്പോലെയാണ്, ജീവനില്ലാത്തതാണ്. അറിവുണ്ടെങ്കിലേ മനുഷ്യന് പുരോഗതിയിലേക്ക് ഇഹത്തിലും പരത്തിലും എത്താൻ കഴിയും. ഇസ്ലാം
രണ്ടറിവിനെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും ആഖിറവുമായി ബന്ധപ്പെട്ട അറിവിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഖുർ റബ്ബി സിദ്നി ഇൽമ. പരിശുദ്ധ ഖുർആനിൽ താഹ അധ്യായത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും, പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ പ്രാർത്ഥനയിൽ ഇത് ഉൾപ്പെടുത്തണം, എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ചു തരാൻ ആവശ്യപ്പെടുന്ന ആ പ്രാർത്ഥനയിൽ ഉദ്ദേശിക്കുന്ന അറിവ് പൂർണ്ണമായും തന്നെ ആഖിറവുമായി ബന്ധപ്പെട്ട ദീനിയായ അറിവാണ്. അള്ളാഹുവിൻ്റെ റസൂല് തന്നെ പറഞ്ഞതായി നമുക്ക് കാണാം ഒരു ഹദീസിൽ, അൽ ഉലമാഉ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ അഥവാ അറിവ് പഠിക്കുന്നവർ ഉന്നതരായ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. വഇന്നൽ ഉലമാഅ വറസു അൽ അംബിയ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് അറിവുള്ളവർ, അറിവ് പഠിക്കുന്നവർ, അത് പഠിപ്പിക്കുന്നവർ. വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ. റബ്ബി സിദ്നി ഇൽമ എന്ന അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് എന്ന ഖുർആനിലെ മറ്റൊരു വാക്യവും, യുഅ്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ് എന്ന വാചകങ്ങളുമെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചും ദീനിയായ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള അറിവാണെന്നാണ് ഈ ഹദീസിലൂടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. വഇന്നൽ അംബിയ, തീർച്ചയായും നബിമാർ, ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, ദീനാർ എങ്ങനെ ഉണ്ടാക്കണം, ദിർഹം എങ്ങനെ ഉണ്ടാക്കണം, അതിനുള്ള പരിപാടികൾ ഏതെല്ലാം നിലയിൽ മെച്ചപ്പെടുത്താം എന്നുള്ളതല്ല അവരാരും അനന്തരമായി തന്നേച്ചു പോയത്, നൽകിയിട്ട് പോയത് ഒരൊറ്റ നബിമാരും. ഇന്നമാ വറസു അൽ ഇൽം, അവരെല്ലാവരും ഇവിടെ അനന്തരമായി ഉപേക്ഷിച്ചു പോയത് ഇൽമിനെയാണ്, അൽ ഇൽമിനെയാണ്. ഫമൻ അഖദഹു അഖദ ബിഹള്ളിൻ വാഫിർ, ആര് അവർ ഉപേക്ഷിച്ചു പോയ അനന്തരമായി നൽകിയിട്ട് പോയ അറിവിനെ ആര് സമ്പാദിച്ചോ അതനുസരിച്ച് ജീവിച്ചോ അവൻ വലിയ ഒരു മഹാഭാഗ്യം സിദ്ധിച്ചവനാണ്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, അറിവ് എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന അറിവും തടസ്സം നിൽക്കാത്ത അറിവും ഭൗതികമായ അറിവും അത് ദീനിന് എതിരാകാത്ത കാലത്തോളം ആ അറിവിനും ഇസ്ലാം തടസ്സമില്ല. മറിച്ച് തർക്കങ്ങളിലേക്കും കുതർക്കങ്ങളിലേക്കും സൃഷ്ടാവിനെ നിഷേധിക്കുന്നതിലേക്കും ഒക്കെ എത്തപ്പെടുന്ന അറിവുകൾ അതിനെ ഇസ്ലാം കണിശമായി നിരോധിക്കുകയും തടയുകയും ചെയ്യുന്നു. ഈ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ, ഖുദ്റത്തുകളെ മനസ്സിലാക്കാൻ ഭൗതികമായ അറിവ് ഒരാൾ അഭ്യസിക്കുകയും അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അങ്ങനെ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ ഉതകുന്ന കാര്യത്തിലേക്ക് അതെത്തപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ആ അറിവും പുണ്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ സ്കൂളുകളെല്ലാം തുറന്നു, മദ്രസകളും തുറന്നു. മദ്രസകളിലും സ്കൂളുകളിലും നമ്മുടെ മക്കളെ നാം വളരെ വലിയ പ്രതീക്ഷകളോടെയാണ് പറഞ്ഞയക്കുന്നത്. ഒരു വേള പറഞ്ഞാൽ മദ്രസകളിൽ പറഞ്ഞയക്കുന്നതിനേക്കാൾ വലിയ പ്രതീക്ഷകളാണ് സ്കൂളുകളിലേക്കും
കോളേജുകളിലേക്കുമൊക്കെ നമ്മുടെ മക്കളെ നാം പറഞ്ഞയക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം നാം ഭൗതികതയോടും ഇവിടെയുള്ള ജീവിതത്തോടുമാണ് ആഖിറത്തിൻ്റെ ജീവിതത്തേക്കാൾ നാം പ്രാമുഖ്യം നൽകുന്നതും പരിഗണന കൊടുക്കുന്നതും. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം മക്കൾ വലിയ ഒരു ജോലി സമ്പാദിക്കുന്നവരാകണം. ഇതല്ലാതെ അതിൻ്റെ പിന്നിൽ വേറെ ഒരു ലക്ഷ്യവുമില്ല. അത് ഏത് തസ്തിക തിരഞ്ഞെടുത്താലും അതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ളത് വലിയ ഉന്നതമായ ശമ്പളമാണ്. ആ വിദ്യ കൊണ്ട് സംസ്കാരം ഉള്ളവരാവുക എന്ന ഒരു ലക്ഷ്യമോ അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകളെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു തേട്ടമോ നമുക്കാർക്കും അതിൻ്റെ പിന്നിൽ ഇല്ല. മദ്രസകളിലേക്ക് പറഞ്ഞയക്കുന്നത് ഒരു വേള പറഞ്ഞാൽ ഒരു ചടങ്ങ് തീർക്കുന്ന എന്ന ഒന്നല്ലാതെ ദീനിയായ മതപരമായ അറിവ് കൂടുതൽ അഭ്യസിക്കുന്നതിനോ അല്ലെങ്കിൽ അത് അനുസരിച്ച് ജീവിക്കുന്നതിനോ വലിയ പ്രാധാന്യം നാം ആരും നമ്മുടെ മക്കൾക്ക് നൽകാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെല്ലാവരും വിദ്യ അഭ്യസിച്ച് ഉന്നതമായ ജോലികളിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ദീൻ പറഞ്ഞ ഒരു നിലവാരത്തിലേക്ക് ആ ഉദ്യോഗാർത്ഥികൾ ആരും തന്നെ ബഹുഭൂരിഭാഗവും എത്തിയിട്ടില്ല എന്നതാണ് ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം. സഹോദരങ്ങളെ, അറിവിന് പ്രാധാന്യം കൊടുക്കുന്ന ഇസ്ലാം ഏതറിവിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ നിലയിലുള്ള ചിന്താഗതികൾ നമ്മുടെ മക്കളെ പറ്റി നമുക്കുണ്ടായത്. നാമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പ്രയോജനപ്പെടുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് നല്ല മക്കളാണ്. ആ മക്കൾക്ക് നാഫി ആയ ഇൽമ് ലഭിക്കുമ്പോഴാണ് ആ മക്കൾ നല്ല മക്കൾ എന്ന പേര് അവരെ പറ്റി പറയപ്പെടുന്നത്. അവരുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ ആരോഗ്യമോ നോക്കിയല്ല മക്കളെ നല്ല മക്കളെന്ന് പറയുന്നത്. നമുക്കറിയാം എത്രയോ ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ആളുകൾ സമൂഹത്തിനും സമുദായത്തിനും ഭൂമിക്കും ശല്യക്കാരായി മാറിയ എത്രയെത്രയോ ആളുകളുണ്ട്. നല്ല മക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണത്തിന് ശേഷം അവരും നമ്മളുമൊക്കെ അടുത്ത ലോകത്തേക്ക് ചെല്ലുമ്പോൾ അവരെ കൊണ്ട് അവർക്കും അവരുടെ മാതാപിതാക്കൾക്കുമൊക്കെ ഉപകാരപ്പെടുന്ന അറിവ് അവരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അവർക്കും അവരുമായി ബന്ധപ്പെടുന്ന കുടുംബത്തിനും അതൊരു രക്ഷയുടെ മാർഗമായി തീർന്നേനെ. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടുമൊക്കെ എനിക്ക് പറയാനുള്ളത്, ദീനിന് പറയാനുള്ളത്, നമ്മുടെ മക്കൾക്ക് നാം വിദ്യ നൽകുമ്പോൾ നമ്മുടെ ഇസ്ലാമിനെ അഥവാ ദീനിനെ ക്ഷതം വരുത്തുന്ന നിലയിലുള്ള വിദ്യകളിലേക്ക് മാത്രം നാം അവസരം കൊടുക്കാതെ വഴിവെട്ടി തെളിക്കാതെ അവരുടെ ദീനിനെ ഇസ്ലാമിനെ നഷ്ടപ്പെടുത്താത്ത നിലയിലുള്ള 2 വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതി ആയിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത്. ലോകത്തെ കീഴടക്കിയ വിശുദ്ധ ഖുർആനിൻ്റെ തുടക്കം തന്നെ വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിലായിരിക്കണം വായിക്കേണ്ടതെന്നും പറയുമ്പോൾ സഹോദരങ്ങളെ, വായനയ്ക്കും അറിവിനും അത് പഠിക്കുന്നതിനുമുള്ള പ്രാധാന്യം എത്രയോ വലുതാണ്.
ഒരു കാര്യത്തിനും നബിയെ എനിക്ക് അധികരിപ്പിച്ച് തരാൻ നീ പ്രാർത്ഥിക്കണം എന്ന് അല്ലാഹ് പറഞ്ഞില്ല, ഒറ്റ കാര്യത്തിനൊഴികെ. സാമ്പത്തിക വിഷയങ്ങളിലോ മറ്റു ഭൗതിക വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിലോ തങ്ങൾ വർധനവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു പറഞ്ഞില്ല. മറിച്ച് വഖുർ റബ്ബി സിദ്നി ഇൽമ 114-ാമത്തെ ആയത്ത് ത്വാഹ അധ്യായത്തിൽ അള്ളാഹു പറഞ്ഞത് ഇൽമ് അധികരിപ്പിച്ച് തരാൻ നബിയെ തങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്നാണ്. ആ ഒരൊറ്റ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം മഹത്വമുണ്ട് അൽ ഇൽമിന്, അഥവാ ദീനിനെ നഷ്ടപ്പെടുത്താത്ത നിലയിലുള്ള വിശ്വാസത്തെ അധികരിപ്പിക്കുന്നതിനുള്ള സൽക്കർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനുള്ള അറിവിന്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നിങ്ങളിൽ വച്ച് ഏറ്റവും ഉത്തമർ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരെന്നാണ്. നാം ഉന്നതരെന്ന് വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു ഡോക്ടറാവുക, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ നേഴ്സ് ആവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്കാരനാവുക, ഇതാണ് ഖൈറെന്നാണ്. എന്നാൽ റസൂൽ പറഞ്ഞത് അങ്ങനെയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ലത് നിങ്ങളിൽ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരെന്നാണ്. കാരണം അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നത് മുഖേനയാണ് മനുഷ്യൻ്റെ സന്തുലിതാവസ്ഥ ഈ ഭൂമിയിൽ നിലനിൽക്കുകയുള്ളൂ. അതില്ലാത്തതിൻ്റെ കുറവാണ് ഭൂമി ആസകലം, ഇന്ന പ്രദേശമെന്നില്ല, ലോകത്താകമാനം അക്രമങ്ങളും കൊലപാതകങ്ങളും ചതിവും പൂഴ്ത്തിവെപ്പും വഞ്ചനയും മാതാപിതാക്കളോടുള്ള മര്യാദകേടായ പ്രവർത്തനവും കുടുംബ കലഹങ്ങളും തകർച്ചയും മകൻ മാതാവിനെയോ പിതാവിനെയും കൊല്ലലും അവർ തിരിച്ചു കൊല്ലലും സ്വന്തം ജന്മം നൽകിയ കുട്ടിയെ ഉപേക്ഷിക്കലും കുട്ടിക്ക് വിഷം കൊടുക്കലും എല്ലാം സഹോദരങ്ങളെ അറിവില്ലാത്തതിൻ്റെ കുഴപ്പമല്ല, അൽ ഇൽം അഥവാ ദീനിയായ അറിവില്ലാത്തതിൻ്റെ ഒറ്റ കുഴപ്പം കൊണ്ടാണ്. ഈ ആത്മഹൂതി നടക്കുന്നത് വലിയ വലിയ സമ്പന്നരായ അല്ലെങ്കിൽ വിദ്യ ഉള്ള ആളുകളിൽ തന്നെയാണ്. അപൂർവം ആളുകളാണ് ഇതിൽ കുറഞ്ഞ ആളുകൾ മോശം പ്രവർത്തികളിലേക്ക് പോകുന്നത്. ഇതെല്ലാം ഉള്ളവർ തന്നെ ഇത് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിയ അറിവ് കിട്ടേണ്ട അറിവായിരുന്നില്ല, മറിച്ച് സമ്പത്തിനു വേണ്ടിയും പ്രതാപത്തിനു വേണ്ടിയും അവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയും ഉള്ള അറിവായിരുന്നു എന്ന് നമ്മുടെയൊക്കെ പരിസരങ്ങളിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ഉള്ള ഓരോ ആളുകളുടെയും പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഹദീസിൽ കാണാം, ഇന്ന മിൻ അശ്റാത്തി സാഅ, ഖിയാമത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഐ യുർഫഅൽ ഇൽമ് ഉയർന്നു പോവുക എന്നത്. നിലവിലിപ്പോൾ നാം വിചാരിക്കുന്ന അറിവ് ഉയർന്നു പോയിട്ടില്ല, അത് വർദ്ധിക്കുകയാണ് ചെയ്തത്. സ്കൂളുകളും കോളേജുകളും നഴ്സറികളും അങ്കണവാടികളും മദ്രസകളും അവകളിലൊക്കെ സീറ്റ് വർദ്ധിപ്പിക്കലും ഒക്കെ കണ്ട് പഴയ കാലത്തെ അപേക്ഷിച്ച് അറിവ് അധികരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അറിവ് കൊണ്ട് എന്താണോ ലക്ഷ്യമാക്കുന്നത് അത് ഉണ്ടാകാതെ അറിവിന് വിപരീതമായ പ്രവർത്തികളാണ് എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറിവ് ഉയർന്നു പോവുക എന്ന ഒറിജിനൽ അറിവ് ഉയർന്നു, അറിവില്ലായ്മ എന്ന നാം പറയുന്ന അറിവ് വർദ്ധിക്കുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നാം യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാകണം മുസ്ലിങ്ങൾ.
നമുക്കാണ് അള്ളാഹു ഈ നിലയിലുള്ള അറിവും വിവേചനവും വകതിരിവും നൽകിയത് വിശുദ്ധ ഖുർആനിലൂടെ. അത് അംഗീകരിച്ചത് കൊണ്ടാണ് നാം മുസ്ലിങ്ങൾ എന്ന പേര് നമുക്ക് പറയാൻ തന്നെ കാരണം. ആ നമ്മിൽ നിന്നും അറിവിന് വിപരീതമായ പ്രവർത്തനങ്ങൾ നമ്മുടെ മക്കളിൽ നിന്നോ നമ്മിൽ നിന്നോ ഉണ്ടായാൽ ദീൻ അല്ലെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ പ്രവാചക ചര്യ നമ്മളോട് പറഞ്ഞ അറിവിനെ നാം അവഗണിച്ചു എന്നതിൻ്റെ തേട്ടവും അതിൻ്റെ കാരണവും കൊണ്ടാണ് ഈ വക എല്ലാവിധത്തിലുള്ള അക്രമങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഖിയാമത്തിൻ്റെ അടയാളമാണ് അറിവ് ഉയർന്നു പോവുക എന്ന് പറഞ്ഞതിൽ നിന്നും ഈ അറിവാണ് ഉയർന്നു പോയത്. ഈ അറിവ് നാം പഠിക്കാൻ തയ്യാറല്ല. ഏതെങ്കിലും മദ്രസയിൽ ചിലപ്പോൾ ഒരു 5 ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു 6 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 7 ഒക്കെ ഞെരുങ്ങി നമ്മളൊന്ന് പോയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ വിട്ടേക്കാം. ഒരു 12 വയസ്സോ അല്ലെങ്കിൽ 13 വയസ്സോ കഴിയുമ്പോഴേക്കും മതപരമായ അഥവാ നിർബന്ധമായും, അതായത് കൂടുതലായും ഉണ്ടായിരിക്കേണ്ട പഠിക്കേണ്ട അറിവ് നാം നിർത്തിച്ചു. അതിനുള്ള സംവിധാനങ്ങളും ഉപേക്ഷിച്ചു. മക്കൾ എത്ര വരെ പഠിച്ചു? അവൻ 7 വരെ പഠിച്ചു, അവൻ 5 വരെ പഠിച്ചു, അവൻ യാസീൻ ഫുള്ളായി തീർത്തു എന്ന ഒരു മറുപടിയും നമുക്കുണ്ട്. സഹോദരങ്ങളെ, 12 വയസ്സും 13 വയസ്സിലും നിർത്താൻ പറ്റുന്നതല്ല ഈ അറിവ് എന്നത്. മിനൽ മഹ്ദി ഇലൽ ലഹദി, തൊട്ടിൽ മുതൽ ഖബർ വരെയാണ്. സ്വഹാബികളെല്ലാം റളിയല്ലാഹു അൻഹും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവരുടെ ഉപജീവനത്തിൻ്റെ സമയം കഴിഞ്ഞ് ബാക്കി സമയങ്ങളെല്ലാം അറിവ് പഠിക്കുന്നതിന്, ഖുർആൻ പഠിക്കുന്നതിന്, ആഖിറത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് അവർ സമയം കൊടുക്കുമായിരുന്നു. സുഫത്തിൻ്റെ അഹ്ല്, തിണ്ണാവാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പുണ്യാത്മാക്കൾ രാവും പകലും പള്ളിയിൽ തന്നെയായിരുന്നു. മാർക്കറ്റിലേക്ക് കച്ചവടത്തിന് പോകേണ്ട ആവശ്യം വന്നാൽ അത് കഴിഞ്ഞവർ അവരും അല്ലാത്തവരും തിരിച്ചു വരും. ഖുർആനിൽ അള്ളാഹു വ്യക്തമായി കാര്യം സൂചിപ്പിക്കുന്നു. നിങ്ങൾ മുഴുവനായി ഭൗതികതയുടെ പിന്നിൽ പോകരുത്. ഒരു സംഘം പ്രവാചകനോടൊപ്പം വേണം. അള്ളാഹു അവതരിപ്പിക്കുന്ന ദിവ്യ സന്ദേശം എന്തെന്ന് പഠിച്ച് മനസ്സിലാക്കി നിലവിൽ ഇവിടെ ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഊഴം കാത്തായിരിക്കണം നിങ്ങൾ ഭൗതികതയിലേക്ക് പോകേണ്ടത്. പ്രവാചകന്റെ അടുക്കലായിരിക്കണം ബാക്കിയുള്ള സമയങ്ങളെല്ലാം. ഇങ്ങനെ മതപരമായ അറിവ് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബികളുടെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പക്ഷേ നാം എല്ലാവരും 12 വയസ്സിലും 13 വയസ്സിലും നിർത്തി. പിന്നെ സ്കൂളുകളും കോളേജുകളും തന്നെയായി മാറി. അങ്ങനെ വന്നപ്പോൾ സഹോദരങ്ങളെ, 18 വയസ്സും 17 വയസ്സും 16 വയസ്സുമുള്ള മക്കൾ പിതാവിനെ അടിക്കാൻ തുടങ്ങി, മാതാവിനെ കൊല്ലാൻ തുടങ്ങി. അയൽവക്കത്തുള്ളവരോടും കൂട്ടുകാരോടുമൊക്കെ ക്രൂര മനസ്സോടെ സ്വഭാവത്തോടെ പെരുമാറാൻ തുടങ്ങി. അവർ പല കാര്യങ്ങൾക്കും അഡിക്റ്റായി. ലോകം മുന്നോട്ട് പോകുന്തോറും ഇത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഗൗരവമായിരിക്കും ഇനിയുള്ള വർഷങ്ങൾ. അതിലും ഗൗരവമായിരിക്കും പിന്നീടുള്ള വർഷങ്ങൾ. നാം ഒന്ന് ആലോചിച്ചേ പറ്റൂ. നമ്മുടെ ദീനിയായ അറിവിൻ്റെ കുറവ് നമ്മുടെ മക്കളെ കൊണ്ട് നമ്മെ കൊല്ലിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ ദുരവസ്ഥ ഉണ്ടാക്കുന്ന പ്രവണതയിലൂടെ നമ്മുടെ മക്കളാകുന്നതിൻ്റെ കാരണം ഞാനും നമ്മളെല്ലാവരുമാണ്. എല്ലാ മക്കളും നല്ലവരാ. ദീൻ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. എല്ലാവരും നല്ലവരാ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, നല്ലവരാ എല്ലാവരും. അബവാഹു യുഹവ്വിദാനിഹി,
ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. അന്നം കൊടുക്കുന്ന തന്തയും തള്ളയുമാണ് പല രീതിക്കാരും പല സ്വഭാവക്കാരും തീ ആരാധകരും പുരുഷാരാധകരും ഒക്കെയാക്കി മാറ്റുന്നത് ഉമ്മയും വാപ്പയുമാണ്. ആ നല്ല മക്കളെ നല്ല നിലയിൽ വളർത്താനാണ് ദീനിയായ അറിവ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അത് നാം ഉപേക്ഷിച്ച് ഉന്നതമായ ഡിഗ്രിയും ശമ്പളവും തേടിപ്പോയത് കൊണ്ടാണ് സഹോദരങ്ങളെ ഈ ഗതികേടിലേക്ക് നാം പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അറിവ് ഉയർന്നു പോവുക എന്നത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. വയളുഹറൽ ജഹ്ലു, വിവരക്കേട് പരസ്യമാവുക എന്നത്. അറിവില്ലായ്മ വരുമ്പോൾ വിവരക്കേട് പരസ്യമാകുന്നു. വയഫ്ശുസിന, അവിഹിതമായ വേഴ്ചകളും പ്രവർത്തികളും വ്യാപകമായി എന്നല്ല പരസ്യമായി. അതിനെതിരിൽ ആരെങ്കിലും സംസാരിച്ചാൽ അവൻ വിവരം കെട്ടവനും മോശക്കാരനുമായി. ഒരു വേള കൂടുതൽ സംസാരിച്ചാൽ അവൻ ഇവരുടെ കയ്യിൽ നിന്നും അടികൊള്ളേണ്ട ഗതിയായി. പിന്നീട് എന്തെങ്കിലും സംസാരിച്ചാൽ പോലീസ് കേസായി അതിലും ഇവനായിരിക്കും പ്രതിയാവുക. വയഫ്ശുസിന ഖിയാമത്തിൻ്റെ അടയാളമാണ്. വയുശ്റബൽ ഖംർ, ലഹരി, പല നിലയിലുള്ള ലഹരി, സ്കൂളുകളുടെയും മദ്രസകളുടെയും വീടുകളുടെയും ഒക്കെ ചേരെ തന്നെ വന്ന് പല നിലയിലുള്ള പേരിട്ട് നമ്മുടെ മക്കളെ നശിപ്പിക്കുന്നതിനുള്ള കഴുകന്മാർ പല നിലയിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട് അവരെ വലവീശി പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, പിടിച്ചു കഴിഞ്ഞു. പല മാതാപിതാക്കളും സങ്കടങ്ങൾ പറയാറുണ്ട്, എന്ത് ചെയ്യും എന്നിനി അറിയില്ല. കുറേ മക്കളെയൊക്കെ ലഹരി മോചനത്തിന് വേണ്ടി പല സ്ഥാപനങ്ങളിലും കൊണ്ടുപോയി വീട്ടിൽ വന്ന് മാതാവും പിതാവും വിഷമത്തോടെ ദുഃഖത്തോടെ കഴിയുന്ന അവസ്ഥകളുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം നിയന്ത്രിക്കേണ്ട സമയങ്ങളിൽ, അറിവ് കൊടുക്കേണ്ട സമയങ്ങളിൽ അവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ദുർഗതിയെല്ലാം എത്തപ്പെട്ടത്. ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് വരാതിരിക്കണമെങ്കിൽ ഒന്നേ വഴിയുള്ളൂ, നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കുക. അതിനുവേണ്ടി നമ്മുടെ സമയം എത്ര കണ്ട് നമുക്ക് ചെലവഴിക്കാൻ പറ്റുമോ ചെലവഴിക്കുക. ഭൗതിക വിദ്യാഭ്യാസം വേണ്ട എന്നല്ല, അതും വേണം. പക്ഷെ ഇതിന് തടസ്സമായി കൊണ്ടാകരുത് ഇവകളൊന്നും. ഇസ്ലാം അത്രയധികം പ്രാധാന്യമാണ് വിദ്യാഭ്യാസത്തിന്, ദീനിയായ അറിവിന് നൽകിയത്, ഭൗതിക അറിവിനും ഉള്ളതിനോടൊപ്പം തന്നെ. ഏറ്റവും ആദ്യമായി വായിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് പേന കൊണ്ട് നിന്നെ എഴുതാൻ പഠിപ്പിച്ചു എന്ന് രക്ഷിതാവ് പറയുമ്പോൾ എത്രയോ ഉന്നതമാണ് എൻ്റെ സഹോദരങ്ങളെ. ഈ എൻജിനീയറിംഗ് അറിവല്ല അത്, ഈ ഡോക്ടറുടെ അറിവും അല്ല അത്. അതും ഇതിൽ പെട്ടതാണെങ്കിലും ഭൂരിഭാഗവും ഈ അറിവിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം തൻ്റെ മകനോട് പറഞ്ഞു, മോനെ, നിനക്ക് കിട്ടിയതെല്ലാം കിട്ടേണ്ടതായിരുന്നു എന്നും നിനക്ക് കിട്ടാത്തതൊന്നും കിട്ടേണ്ടതായിരുന്നില്ല എന്നും വിശ്വസിക്കുന്നത് വരെ ഈമാനിൻ്റെ യഥാർത്ഥ മധുരം നീ അനുഭവിച്ചവനാവുകയില്ല. മനുഷ്യനെ വിശ്വാസപരമായും മനുഷ്യനെ കർമ്മപരമായും നന്നാക്കുന്ന ഒരു വാക്കാണിത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദീനിയായ അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടിയില്ല എന്നോർത്ത് നാം ദുഃഖിക്കേണ്ടതില്ല, അതൊന്നും കിട്ടേണ്ടതായിരുന്നില്ല. ഇത് വിശ്വാസമാണ്. ഈ വിശ്വാസത്തോടു കൂടിയുള്ള ഈമാനിനാണ് അൽ ഈമാൻ എന്ന് പറയുന്നത്. അല്ലാഹ് ഉണ്ട് എന്നും റസൂലുണ്ട് എന്നും ഖുർആൻ ഉണ്ട് എന്നും ഖബറിൽ ചോദ്യപ്പാടുണ്ട് എന്നും സ്വർഗം നരകമുണ്ട് എന്നും മാത്രമല്ല വിശ്വാസമുള്ളത്. മനുഷ്യനെ അധർമ്മത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ഈ വിശ്വാസം കൃത്യമായി ഉണ്ടായിരിക്കണം. നിനക്ക് കിട്ടിയതെല്ലാം
കിട്ടേണ്ടത് തന്നെയായിരുന്നുവെന്നും കിട്ടാത്തതൊന്നും കിട്ടേണ്ടതായിരുന്നില്ലെന്നും, ഒരു കാര്യം നമുക്ക് കിട്ടിയില്ല അതിൻ്റെ പേരിൽ നാം ദുഃഖിക്കേണ്ടതില്ല. മക്കൾ SSLCക്ക് തോക്കുമ്പോൾ, അല്ലെങ്കിൽ +2 മാർക്ക് കുറയുമ്പോൾ, അല്ലെങ്കിൽ നീറ്റിന് കുറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കുറയുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, പല നിലയിലുള്ള സംഭവങ്ങളാണ് നാം കേൾക്കുന്നത്. ഒരു മകനോ അല്ലെങ്കിൽ ഒരു മകളോ മാർക്ക് കുറഞ്ഞു, തോറ്റുപോയി, അത് തോൽക്കേണ്ടതായിരുന്നു എന്നും മാർക്ക് കുറയേണ്ടതായിരുന്നു എന്നും അവനിലും അവളിലും വിശ്വാസം ഉണ്ടെങ്കിൽ, ഇത് നാം അവരെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും അവർ ആ കടുങ്കൈക്ക് തുനിയുമായിരുന്നില്ല. എത്ര മക്കളാ പരീക്ഷ തോറ്റതിൻ്റെ പേരിൽ കടുങ്കൈ ചെയ്തത്? എത്ര മാതാപിതാക്കൾ അതിൻ്റെ പേരിൽ വിഷമിക്കുന്നത്? ആ മക്കളെ അതോടൊപ്പം തന്നെ ഇതും പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു വേള നമുക്ക് ഗ്യാരണ്ടി പറയാം, അവരുടെ ഈമാൻ അവരെ പിടിച്ചു നിർത്തുമായിരുന്നു. അവർക്കങ്ങനെ ഒരു അറിവോ അല്ലെങ്കിൽ ഒരു ബോധമോ അവർക്കില്ലാതെ പോയി. ആരാണ് ഇല്ലാതെയാക്കിയത്? ഞാൻ തന്നെ, നമ്മൾ തന്നെ, നമ്മുടെ മാതാപിതാക്കൾ തന്നെ. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് ആ ദുർഗതി അവർക്ക് വന്നത്. ഇങ്ങനെ ഈ ഒരു കാര്യമെന്നല്ല, എല്ലാ കാര്യങ്ങളിലും. എൻ്റെ മോനെ അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ്. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് പേനയാ. ഇന്ന അവ്വല മാ ഖലഖല്ലാ അൽ ഖലം. പേനയോട് എന്നിട്ട് അള്ളാഹു പറഞ്ഞു, എഴുതാൻ പറഞ്ഞു. പേന ചോദിച്ചു, റബ്ബേ ഞാൻ എന്ത് എഴുതണം? പേന അള്ളാഹു പറഞ്ഞു, ഖിയാമത്ത് നാൾ വരാനുള്ള മുഴുവൻ ഖദറുകളും നീ റെക്കോർഡാക്കുക. ഇങ്ങനെ കൃത്യമായി ഈ ഒരു വിശ്വാസം, ദീനിയായ ഈ ഒരു ഈമാൻ ഉള്ള ഏതാൾക്കാണ് വേറെ ഏതെങ്കിലും ഒരു അനിസ്ലാമികമായ പ്രവൃത്തി ചെയ്യാനോ ചിന്തിക്കാനോ തോന്നുക? കാരണം റബ്ബ് തീരുമാനിച്ചതാണ് ഇതെല്ലാം എന്ന അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു അക്രമം ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഖുർആനും ഹദീസുകളും ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തതിൻ്റെ എൻ്റെ സഹോദരങ്ങളെ, നാം അവകളെ ആ നിലയിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് മുസ്ലിങ്ങളാകുന്ന നാം എത്രയോ ഉന്നതമായ ഒരു നിലവാരത്തിൽ എത്തിയേനെ, ഭൗതികമായും ആത്മീകമായും. ഖുർആൻ തുടങ്ങിയത് നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞല്ല, വായിക്കാൻ പറഞ്ഞ, നീ എഴുതാൻ പറഞ്ഞ, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച രക്ഷിതാവിൻ്റെ നാമം പറഞ്ഞു വായിക്കണമെന്ന് പറഞ്ഞ ആ വായന ഏത് വായനയായിരിക്കണം? രക്ഷിതാവിനെ നിഷേധിക്കുന്ന വായനയാകരുത്. ആ എഴുത്താകരുത് പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുന്ന, ധിക്കരിക്കുന്ന, ദീനിൻ്റെ ഹുക്കുമുകളെ നിഷേധിക്കുന്ന എഴുത്താവരുത്. ഇതാണ് ദീൻ നമ്മോട് പറഞ്ഞത്. നാം ഇതുവരെയും എൻ്റെ സഹോദരങ്ങളെ ഈ നിലയിൽ ചിന്തിച്ചിട്ടില്ല, നാം ഉൾക്കൊണ്ടിട്ടില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദുനിയ മൽഊൻ വൽ മൽഊനു മാ ഫീഹാ ഇല്ലാ ദിക്റുല്ലാഹ് വമാ വാലാഹു. ഈ ഭൂമിയും ഇതിലുള്ള മുഴുവനും നമ്മെ കബളിപ്പിക്കുന്ന ചരക്കുകളാണ്, ആക്ഷേപാർഹമാണ്. അള്ളാഹുവിൻ്റെ സ്മരണയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പണ്ഡിതനും അത് പഠിക്കുന്നവനും ഒഴികെ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഈ വഞ്ചനയുടെ വിഭവത്തിൽ കിടന്ന് നാം മതിമറന്ന് നമ്മുടെ ദീനിനെയും വിശ്വാസത്തെയും നാം പഠിക്കാതെ ഭൗതിക താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ സഹോദരങ്ങളെ, വർഷങ്ങൾ കഴിയുന്തോറും നാം ഇവിടെ നിന്ന് ഇല്ലായ്മയാകുമെന്ന് മാത്രമല്ല, നമ്മെ നാനാഭാഗത്തു നിന്നും കല്ലെറിഞ്ഞോടിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله من كان مختالا إن الله لا يحب من كان مختالا فخورا സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ചു തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു പറയുന്നു വഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. അള്ളാഹുവിന് ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുബാറക്കായ തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ കാര്യം സൃഷ്ടാവിനെ നിഷേധിക്കരുതെന്നും അവനോട് തുല്യമായി ഒന്നിനെയും സങ്കല്പിക്കരുതെന്നുമാണ്. നിങ്ങളുടെ ആരാധന കർമ്മങ്ങളൊന്നും വേറെ ആരിലേക്കും അർപ്പിക്കരുത് എന്നാണ് വലാ തുശ്രികൂ ബിഹി ശൈഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് വബിൽ വാലിദൈനി ഇഹ്സാന, നിനക്ക് ജന്മം നൽകിയ മാതാവിനെയും പിതാവിനെയും സ്നേഹത്തോടെ തന്നെ പെരുമാറണം എന്നാ അവരോട്. ഇത് വേറെ ഒരു അറിവിലും കിട്ടില്ല സഹോദരങ്ങൾ. നിന്റെ ഉമ്മയോടും വാപ്പയോടും ഛേ എന്നുപോലും പറയരുതെന്ന ഈ ഖുർആനിലുള്ളത്. നിന്റെ ഉമ്മയെയും വാപ്പയെയും ആദരവോട് കൂടി മാത്രമേ നീ നോക്കാവൂ എന്ന ഈ ഖുർആനിലുള്ളത്. അവരുടെ നേരെ കയർത്തുള്ള സംസാരമോ ഛേ എന്ന ചെറിയ ഒരു വാക്കുപോലും, അവരെ ഏത് നിലയിലുള്ള പ്രവർത്തനങ്ങൾ നിന്നോടുണ്ടായാലും ഉണ്ടാവരുതെന്ന റബ്ബിൻ്റെ കൽപ്പന. ഇത് പഠിച്ച അറിഞ്ഞ ഉൾക്കൊണ്ട ഒരു മകൻ ഒരു മകൾക്ക് എങ്ങനെയാണ് ഉമ്മയെ അടിക്കാൻ തോന്നുക? എങ്ങനെയാണ് വാപ്പയെ പുറത്താക്കാൻ തോന്നുക? എത്ര മാതാപിതാക്കളാണ് ടൗണിലൂടെ ഇന്ന് അലയുന്നത്? അന്വേഷിക്കുമ്പോൾ മക്കളൊക്കെ ഗൾഫിലാ, മക്കളൊക്കെ ജോലിക്കാരാ, നഴ്സിംഗുകാരാ, ഡോക്ടർമാരാ, എഞ്ചിനീയർമാരാ, കച്ചവടക്കാരാ. വാപ്പ ഒരു ഗതിയില്ലാതെ, ഉമ്മ ഒരു ഗതിയില്ലാതെ അയലത്തെ വീട്ടിൽ പാത്രം തേക്കാൻ പോവുകയാണ്. വാപ്പ റോഡിലൂടെ തെണ്ടുകയാണ് ഒരു ചായ കുടിക്കാൻ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ. നിന്റെ ഉമ്മയോടും വാപ്പയോടും സ്നേഹത്തോടെ പെരുമാറാവൂ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഉപദേശങ്ങൾ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കുകയും അതവരിൽ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ അവരോടുള്ള നമ്മുടെ മറ്റു വിദ്യാ അഭ്യാസങ്ങളിലും എല്ലാം ഈ ഒരു നിലപാട് പുലർത്തുകയും ചെയ്താൽ ഒരു കുട്ടിയും സഹോദരങ്ങളെ ഇഹ്സാനോട് കൂടി അല്ലാതെ പെരുമാറുകയില്ല. വബിദിൽ ഖുർബ, ഉമ്മയോടും വാപ്പയോടും മാത്രം പോരാ, നിന്റെ കുടുംബക്കാരോടെല്ലാവരോടും നല്ല നിലയിൽ തന്നെ പെരുമാറണം. വൽയത്താമ, പിതാക്കന്മാർ മരിച്ചുപോയ പാവപ്പെട്ട യത്തീമുകളോടും അങ്ങനെ തന്നെ ആയിരിക്കണം. വൽ മസാക്കീൻ, അധികം സമ്പത്തില്ലാത്ത അഗതികളുണ്ട്, പാവപ്പെട്ട മനുഷ്യരുണ്ട്, അവരോടും സ്നേഹത്തോടെ പെരുമാറണം. വൽ ജാരി ദിൽ ഖുർബ, നിന്റെ അടുത്ത അയൽവാസികളുണ്ട്, ഉമ്മ വഴിയിലോ വാപ്പ വഴിയിലോ ഭാര്യമാർ വഴിയിലോ ഒക്കെ ബന്ധപ്പെട്ട അയൽവാസികളുണ്ട്, അവരോടും സ്നേഹത്തോടെ പെരുമാറണം. വൽ ജാരിൽ ജുനുബി, നിനക്ക് ബന്ധമില്ലാത്ത അയൽവാസികളുണ്ട്, അവരോടും സ്നേഹത്തോടെ നല്ല നിലയിൽ പെരുമാറണം, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ. വസ്വാഹിബി ബിൽ ജംബി, നീ സഹവസിക്കുന്ന നിന്റെ കൂട്ടത്തിലുള്ള മറ്റാളുകളോടും സ്നേഹത്തോടെ പെരുമാറാവൂ. വബിനി സബീൽ, എന്തിനാ യാത്ര പോകുന്ന യാത്രക്കാരോട് പോലും നല്ല നിലയിലെ പെരുമാറാവൂ. ഒമാ മലക്കത്ത് ഐമാനുക്കും, നിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആരുണ്ടോ അവരോടും സ്നേഹത്തോടെ പെരുമാറാവൂ എന്ന
വിശുദ്ധ ഖുർആൻ, ഈ ഗ്രന്ഥം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കൂ പ്രവാചകരെ എന്ന് പ്രവാചകനോടും ശേഷം നമ്മളോടും ഉപദേശിച്ച റബ്ബ് ആ വായന ഇങ്ങനെ തുടർന്നു കൊണ്ടുവരാനാ പറഞ്ഞത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമായ ഒരുത്തനെയും പടച്ച തമ്പുരാൻ ഇഷ്ടമല്ല. അഥവാ ഈ പറഞ്ഞ ആളുകളോട് സ്നേഹത്തോടു കൂടി പെരുമാറാതെ ജീവിക്കുന്നവൻ പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമാണ്, അവനെ ഒന്നും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഇത് പഠിപ്പിക്കാനാണ് സഹോദരങ്ങളെ നാം കൂടുതൽ പ്രാമുഖ്യവും സമ്പത്തും സമയവും ഒക്കെ ചെലവഴിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ലൈസ ശദീദുൽ ലദീ ബിസ്സുറ, നിങ്ങളിൽ നല്ല ആരോഗ്യവാൻ ആരാണെന്നറിയുമോ? വേറൊരാളെ ബലപ്രയോഗത്തിലൂടെ മലർത്തി അടിക്കുന്നവനല്ല. ഇന്നമ ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ വിഴുങ്ങാനും ഒതുങ്ങാനും ഒതുക്കാനും മറ്റവനോട് മാപ്പ് നൽകാനും സന്നദ്ധത കാണിക്കുന്നവനാരോ അവരാണ് തികച്ചും പൂർണ്ണമായും ആരോഗ്യവാൻ, അവനാണ് മല്ലൻ. ഇത് പഠിപ്പിക്കുന്നത് ആ ഖുർആൻ. ഈ ഒരു പഠനം നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ എങ്ങനെ മറ്റുള്ളവൻ്റെ മെക്കിട്ട് കയറാൻ നമുക്ക് കഴിയും? എങ്ങനെ മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ കഴിയും? അഅ്തുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ അറഖഹു, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ കീഴിൽ ജോലിയെടുക്കുന്ന തൊഴിലാളിക്ക് അവൻ്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അവൻ്റെ കൂലി അങ്ങോട്ട് കൊടുത്തേക്കണം. മെയ് ദിനം എന്നും പറഞ്ഞുകൊണ്ട് മെയ് ദിന റാലി നടത്തിയത് കൊണ്ടൊന്നും കാര്യമില്ല സഹോദരങ്ങളെ. പ്രവൃത്തിയിലൂടെ തന്നെ ആയിരിക്കണം മെയ് ദിനം ആഘോഷിക്കേണ്ടത്. തൊഴിലാളി ദിനം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. തൊഴിലാളിയുടെ പ്രയാസം അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ നിന്റെ അടുക്കൽ, നമ്മുടെ അടുക്കൽ തൊഴിലിന് വന്നത് വേറൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ടാണ്. അവനോട് സ്നേഹത്തോടെ പെരുമാറാവൂ, അവനോട് ആദരവോടെ പെരുമാറാവൂ. നീ ഭക്ഷിക്കുന്നത് അവനെ ഭക്ഷിപ്പിക്കണം, നീ ധരിക്കുന്നത് അവനെ ധരിപ്പിക്കണം. ഇതാ ദീൻ. ഇത് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആനാണ് നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിച്ചു തുടങ്ങണമെന്ന് അല്ലാഹു പറഞ്ഞത്. ഇത് പഠിക്കാൻ വേണ്ടിയാണ് പേനയെ അള്ളാഹു നമ്മോട് പറഞ്ഞത്. ഈ പേന കൊണ്ട് എഴുത്തും വായനയും പഠിച്ച് നല്ല മനുഷ്യരായി മാറാനാണ് നമ്മുടെ മദ്രസകളും നമ്മുടെ സ്ഥാപനങ്ങളും ആകേണ്ടത്. അള്ളാഹു അങ്ങനെയുള്ള മദ്രസകളാക്കി അങ്ങനെയുള്ള സ്ഥാപനങ്ങളാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ ദീനിയായ മക്കളാക്കി സമുദായത്തിനും സമൂഹത്തിനും ദീനിനും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി അനുഗ്രഹിക്കട്ടെ. ദീനിയായ അറിവ് അഭ്യസിക്കുന്ന, എന്നാൽ ഭൗതികമായ അറിവും ആവശ്യത്തിന് അഭ്യസിക്കുന്ന നല്ല മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു കബൂലാക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഇസ്തിഖാമത്തും അവർക്കും നമുക്കും അള്ളാഹു നൽകട്ടെ. ഒരു സഹോദരൻ